Hi my dears, welcome to easy sounding class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് അല്ലേ പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. ബാക്കി പഠിക്കാം. പേജ് നമ്പർ 89. ഓക്കെ, റെഡി അല്ലേ? മിസ് വായിക്കാം. പേജ് നമ്പർ 89ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ഫ്രം സ്മോളർ ടു ലാർജർ. ഇവിടെ എന്ത് ചെയ്യും നമ്മള്? കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ, അതിനെ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എങ്ങനെ? സ്മോളർ ടു ലാർജർ. സ്മോളർ എന്ന് വെച്ചാൽ എന്താണ്? ചെറുത് അല്ലെ. ലാർജർ എന്ന് വെച്ചാലോ വലുത് അല്ലെ. അപ്പോ നമുക്ക് ചെറിയ നമ്പേഴ്സ് ഏതാണ് എന്നുള്ള രീതിയിൽ ചെറിയ നമ്പേഴ്സിൽ നിന്ന് വലിയ നമ്പേഴ്സിലോട്ട് നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 28, 34, 9, 17, 41. ഓക്കെ, 5 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് ഫസ്റ്റ് എഴുതണം. പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുത് രണ്ടാമത് എഴുതണം. പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുത് മൂന്നാമത് എഴുതണം. പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുത് നാലാമത് എഴുതണം. ഏറ്റവും വലുതിനെ ഏറ്റവും ലാസ്റ്റ് എഴുതണം. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് ആ കൂട്ടത്തിലെ? 9 ആണ് അല്ലെ. അപ്പൊ 9 ആണ്. 9 ആ ഫസ്റ്റ് കോളം കണ്ടോ, അവിടെ സൈഡിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിലെ ഫസ്റ്റ് കോളത്തില് 9 എന്ന് എഴുതിക്കോളൂ. ഏറ്റവും ചെറിയ നമ്പർ 9 ആയതുകൊണ്ടാണ് 9 എഴുതുന്നത്. ഇനി 9 കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ ഏതായിരിക്കണം? 9നെക്കാട്ടി കുറച്ചുകൂടെ വലുത് ഏതാണ്? 28 അല്ല, 34 അല്ല, 17 ആണ് അല്ലെ. 9 കഴിഞ്ഞാൽ പിന്നെ 17 എഴുതാം. അപ്പൊ അടുത്ത ബോക്സിൽ 17 എഴുതൂ. അത് കഴിഞ്ഞ് ഏത് നമ്പർ വരും? 28 ആണ് അല്ലെ. 28 എഴുതാം. നാലാമതായിട്ട് നമുക്ക് ഏത് എഴുതാം? 34 എഴുതാം. ഏറ്റവും ലാസ്റ്റ് ഏത് നമ്പർ എഴുതാൻ സാധിക്കും? 41. ഈ കൂട്ടത്തിലും വെച്ച് ഏറ്റവും ലാർജർ ആയിട്ടുള്ള നമ്പർ 41 ആണ് അല്ലെ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ബോക്സിൽ 41 എഴുതാം. ഫസ്റ്റ് 9, 17, 28, 34, 41. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 19, 26, 48, 9, 50. 5 നമ്പേഴ്സ് ഉണ്ട്. സ്മോളർ ടു ലാർജർ എന്ന ആ ഒരു ക്രമത്തില് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഏറ്റവും സ്മോളർ ഏതാണ്? 9 ആണ് അല്ലെ. അപ്പൊ 9 ഫസ്റ്റ് ബോക്സിൽ എഴുതിക്കേ. അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? ഏതായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും. 19 ആണ്. ഓക്കെ, 19 എഴുതിക്കോളൂ. അത് കഴിഞ്ഞ് ഏത് വരും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏത് വരും? 26 ഉണ്ട്, 48 ഉണ്ട്, 50 ഉണ്ട്. അതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 26 ആണ്. അപ്പൊ മൂന്നാമതായിട്ട് 26 എഴുതാം. ഇനി ഏതൊക്കെ നമ്പേഴ്സ് മിച്ചമുണ്ട്? 48 ഉണ്ട്, 50 ഉണ്ട് അല്ലെ. 48 ആണ് ചെറുത്. 48 ആദ്യം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ 50 എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മിസ് ബോഡി ചെയ്യാം. 34, 92, 27, 68, 53. 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഏറ്റവും ചെറുത് ഏതാണ്? 34, 92, 27, 60, 53. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ ആയത് 27 ആണ്. അപ്പൊ ഫസ്റ്റ് ബോക്സിൽ 27 എഴുതിക്കേ. ഫസ്റ്റ് ബോക്സിൽ 27 എഴുതി. അടുത്ത ബോക്സിൽ ഏത് നമ്പർ വരും? 27ന്റെ കാര്യം കഴിഞ്ഞു. നമുക്കൊന്ന് വെട്ടിയിട്ട് കൊടുത്തേക്കാം. ഓക്കെ, ഇനി അടുത്ത നമ്പേഴ്സ് 34 ഉണ്ട്, 92 ഉണ്ട്, 68 ഉണ്ട്, 53 ഉണ്ട്. അപ്പൊ അടുത്തത് ഏത് നമ്പർ വരും? 34 വരും അല്ലെ. 34 രണ്ടാമത്തെ ബോക്സിൽ എഴുതി. ഇനി 34 വെട്ടിയിട്ട് കൊടുത്തേ. ഇനി അടുത്തതായിട്ട് ഏത് വരും? അടുത്ത 92 ഉണ്ട്, 68 ഉണ്ട്, 53 ഉണ്ട്. അടുത്ത നമ്പർ ഏതായിരിക്കും? 53 ആണ് അല്ലെ. 53 വെട്ടിക്കളഞ്ഞു. ഇനി മിച്ചം 68 ഉണ്ട്, 92 ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ നമ്പർ 68 ആണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 92. കണ്ടോ? അങ്ങനെ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അല്ലെ. ഇനി അപ്പോ നമ്മൾ സ്മോളർ ടു ലാർജർ എന്ന ക്രമത്തിൽ ആ നമ്പേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അറേഞ്ച് ഫ്രം ലാർജർ ടു സ്മോളർ. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലാർജർ അല്ലെ. ലാർജർ ടു സ്മോളർ. ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലോട്ട് അറേഞ്ച് ചെയ്യണം. അപ്പൊ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, തെറ്റിക്കരുത്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40, 28, 37, 19, 43. ഓക്കെ, 5 നമ്പേഴ്സ് ഉണ്ട്. ഏറ്റവും വലിയ നമ്പർ ഏതാണ്?
ഏറ്റവും വലിയ നമ്പർ ഏതാന്ന് നോക്കിക്കേ. 43 ആണല്ലേ. 43 ഫസ്റ്റ് ബോക്സിൽ എഴുതിക്കോളൂ. അത് കഴിഞ്ഞ് വരുന്നതോ 40 ആണ്. 40 രണ്ടാമത് എഴുതി. അത് കഴിഞ്ഞ പിന്നെ വലിയ നമ്പർ 37 ആണ്. അത് കഴിഞ്ഞാലോ പിന്നെ വലിയ നമ്പർ 28 ആണ്. പിന്നെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 19 ആണ്. അപ്പോൾ ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. മിസ് വായിക്കാം, ആൻസർ വായിക്കാം. 43, 40, 37, 28, 19. ഓക്കെ, ഇനി അടുത്ത ബോക്സ് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 24, 9, 46, 52, 31. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കും? ഒന്ന് നോക്കിക്കേ. 52 അല്ലേ? ഓക്കെ, 52 ഫസ്റ്റ് ബോക്സിൽ എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞാലോ 46 അല്ലേ? രണ്ടാമതായിട്ട് 46 എഴുതി. ഇനി മൂന്നാമതായിട്ട് എന്ത് എഴുതാം? 31 എഴുതാം. ഓക്കെ, നാലാമതായിട്ട് 24, അഞ്ചാമതായിട്ട് ഏറ്റവും ചെറിയ നമ്പർ 9. ഓക്കെ, അപ്പോൾ 52, 46, 31, 24, 9. കൺഫ്യൂഷൻ ഉണ്ടോ? മിസ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എല്ലാവർക്കും ലാർജറും സ്മോളറും ഒക്കെ അറിയാം അല്ലേ? അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ മിസ് കോൾ ചെയ്യാം. 43, 27, 19, 8, 64. നമുക്കിതിൽ ഏറ്റവും വലിയ നമ്പർ ലാർജർ ടു സ്മോളർ ആണ്. ഏറ്റവും വലിയ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നോക്കൂ അല്ലെ. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 64 ആണ്. ഫസ്റ്റ് ബോക്സിൽ 64 എഴുതി. ആ 64 വെട്ടിക്കൊടുത്തേ. ഇനി മിച്ചം വരുന്നതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 43 ആണ്. രണ്ടാമത്തെ ബോക്സിൽ 43 എഴുതി. ഇനി മിച്ചം വരുന്നത് 27, 19, 8 ആണ്. അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും വലിയ നമ്പർ 27 ആണ്. കണ്ടോ? ലാർജർ ടു സ്മോളർ എന്നാണല്ലേ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് നമ്മൾ വലിയ നമ്പർ നോക്കി പോകുന്നത് കേട്ടോ. ഇനി അടുത്ത 19 ഉണ്ട്, 8 ഉണ്ട്. വലിയ നമ്പർ, ഏറ്റവും വലിയ നമ്പർ 19 ആണ്. അപ്പൊ ലാസ്റ്റത്തെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 8 ആണ്. ഓക്കെ, ഇപ്പോ ഇതുപോലെ നിങ്ങൾ മിസ് പറയുന്നത് കേട്ട് കോപ്പി അടിക്കാൻ നിൽക്കാതെ സ്വന്തമായിട്ട് ചിന്തിച്ച് വേണം മറ്റു രണ്ട് ക്വസ്റ്റ്യൻസും എഴുതാൻ കേട്ടോ. മിസ് ആൻസർ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഈ ക്ലാസ് ഇവിടെ വെച്ചൊന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഇത് ഫുള്ളും മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിൽ ഹോംവർക്ക് ആയിട്ട് എഴുതണം. എന്നിട്ട് ബാക്കി ക്ലാസ്സിലോട്ട് പോയാൽ മതി. ഇതുവരെയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി തെറ്റിക്കരുത്. സ്മോളർ ടു ലാർജർ എന്ന് പറഞ്ഞാലും ലാർജർ ടു സ്മോളർ എന്ന് പറഞ്ഞാലും ആരും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനാണ്. മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇടയ്ക്ക് ഏതൊക്കെയോ നമ്പേഴ്സ് മിസ് ആയി പോയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് എഴുതാനാണ്. നമുക്കറിയാം 28 ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് അല്ലെ. 28 ഉണ്ട്, ഇടയ്ക്കൊരു നമ്പർ ഇല്ല. പിന്നെ 30 ഉണ്ട്. നമുക്കറിയാം 28 കഴിഞ്ഞാൽ പിന്നെ 29 ആണ് അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ 30 ആണ്. സത്യമല്ലേ? ഇനി അടുത്ത ദിവസം എങ്ങനെയാണ്? 46 ഉണ്ട്, നടുക്കുന്ന നമ്പർ ഇല്ല. പിന്നെ 48 ആണ്. 46ന്റെയും 48ന്റെയും ഇടയ്ക്ക് വരുന്ന നമ്പർ 47 ആണ്. നമുക്കറിയാം അല്ലെ. 1, 2, 3 അറിയാവുന്ന എല്ലാ പിള്ളേർക്കും അറിയാൻ സാധിക്കും അല്ലെ. ഇനി അടുത്തത് 59 ഒരു നമ്പർ. പിന്നെ എന്താണ്? 61 എന്നാണ്. 59ന്റെയും 61ന്റെയും ഇടയിൽ 60 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൽ നമുക്ക് അറ്റത്തെ നമ്പേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. നടുക്കത്തെ നമ്പർ മാത്രം കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത പാറ്റേൺ നമുക്ക് നോക്കാം. അടുത്ത മിസ്സിംഗ് നമ്പേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നടുക്കത്തെ നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ നടുക്കത്തെ നമ്പർ തന്നിരിക്കുക. അതിന് ബിഫോറും ആഫ്റ്ററും ഉള്ള നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് ആ നമ്പറിന് മുൻപിലുള്ള നമ്പർ ഏതാണെന്നും അതിനുശേഷം വരുന്ന നമ്പർ ഏതാണെന്നും കണ്ടുപിടിക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുള്ള എക്സസൈസ് ആണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. 36ന് മുൻപുള്ള നമ്പർ ഏതായിരിക്കണം? 35 ആയിരിക്കണം. 35 കഴിഞ്ഞിട്ടാണ് 36 അല്ലെ. അപ്പോൾ ബിഫോർ 36ന് ബിഫോർ 35 ആയിരുന്നു അല്ലെ. ഇനി 36 കഴിഞ്ഞ് വരുന്നത് ആഫ്റ്റർ. 36 ആഫ്റ്റർ എന്തായിരിക്കും? 36 കഴിഞ്ഞാൽ 37 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നടുക്ക് 80 ഉണ്ട്. അപ്പുറം ഇപ്പുറം ഉള്ളത് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? 80ക്ക് മുൻപ് ബിഫോർ എന്താണ്? 79 ആണ്. 80 കഴിഞ്ഞാൽ 81 ആണ് അല്ലെ. 1 to 100 വരെ അറിയാവുന്ന എല്ലാ പിള്ളേർക്കും ആൻസർ ചെയ്യാൻ സാധിക്കും.
കണ്ടോ? അപ്പൊ ആ ഒരു പാറ്റേണും കഴിഞ്ഞല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 27, 28 രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 27 ഉണ്ട്, 28 ഉണ്ട്. ഫസ്റ്റ് വരുന്ന എന്താണ്, നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ പോവാണ് അല്ലെ. 21, 22, 23, 24 അങ്ങനെ കൂടി കൂടി ഓരോ നമ്പർ വീതം കൂടി കൂടി പോവാണ്. അങ്ങനെയെങ്കിൽ 27 തൊട്ട് മുൻപുള്ള നമ്പർ ഏതായിരിക്കണം? 26 ആയിരിക്കും അല്ലെ. 26, 27, 28 കംപ്ലീറ്റ് ആയില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 88, 80 ഡാഷ്. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ 88 ആണ്, വലിയ നമ്പറാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്നാൽ 87 അല്ലെങ്കിൽ 89 ഒന്നുമല്ല, പകരം എന്താണ്? 80 ആണ്. അതായത് 88ൽ നിന്ന് 80ലോട്ട് എത്ര നമ്പറിന്റെ കുറവുണ്ട്? നമുക്കൊന്ന് പുറകോട്ട് ഒരു നമ്പർ എണ്ണി നോക്കാം. ഇനി നോക്കാം. 88 ഇല്ലേ? അപ്പോ 87, 88 പുറകോട്ട് 80 വരെയുള്ള നമ്പേഴ്സ് നമ്മളൊന്ന് കയ്യിൽ എണ്ണി നോക്കാൻ പോവുകയാണ്. 88 തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 87, 86, 85, 84, 83, 82, 81, 80 അല്ലെ. എട്ടാമത്തെ നമ്പറാണ്. 88ന് തൊട്ട് മുൻപ് 8, അതായത് 88ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പോഴാണ് 80 കിട്ടുന്നത് അല്ലെ. 88ൽ നിന്ന് 8 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 80 കിട്ടുന്നത്. 8 മൈനസ് 8 0 ആണ്. ഇവിടെ മൈനസ് ചെയ്യാനൊന്നുമില്ല, 80 അല്ലെ. 88ൽ നിന്ന് നമുക്ക് പുറകോട്ട് നമ്മുടെ കൈവരിൽ വെച്ച് എണ്ണി നോക്കി. 87, 86, 85, 84, 83, 82, 81, 80 അല്ലെ. 88ൽ നിന്ന് 8 നമ്പർ പുറകോട്ട് പോയപ്പോൾ 80 ആയി. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി, ബന്ധം മനസ്സിലായി അല്ലെ. 88ൽ നിന്ന് 8 നമ്പർ പുറകോട്ട് പോയപ്പോൾ 80 ആയി. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? നമുക്ക് 80ൽ നിന്ന് 8 നമ്പർ പുറകോട്ട് പോയി നോക്കാം. കയ്യിൽ എണ്ണാൻ പോവാണ് മിസ്. 80ൽ നിന്ന് ഈ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി 80ൽ നിന്ന് പുറകോട്ട് എണ്ണാൻ പോവാണ്. ഓക്കെ, എണ്ണി തുടങ്ങാം. 80ക്ക് തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? അതായിരിക്കും ഫസ്റ്റ് നമ്പർ അല്ലെ. 80ക്ക് തൊട്ട് മുമ്പ് 79, 78, 77, 76, 75, 74, 73, 72. 80ൽ നിന്ന് 8 നമ്പർ പുറകോട്ട് പോയാൽ ഏറ്റവും അവസാനം വരുന്ന നമ്പർ ഏതാണ്? 72 ആണ്. ഒന്നുകൂടെ എണ്ണി നോക്കാം. 79, 78, 77, 76, 75, 74, 73, 72. അപ്പൊ ഏതാണ്? 80ൽ നിന്ന് 8 നമ്പർ പുറകോട്ട് പോയാൽ വരുന്ന ആൻസർ എന്തായിരിക്കണം? 72 ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ നമ്പർ ചാർട്ട് കറക്റ്റ് ആയി അല്ലെ. 88ൽ നിന്ന് 8 നമ്പർ പുറകോട്ട് മൈനസ് ചെയ്താൽ, കുറച്ചെടുത്താൽ 80 ആയി. 80ൽ നിന്നും 8 നമ്പർ പുറകോട്ട് മൈനസ് കുറച്ചെടുത്തപ്പോൾ 72 കിട്ടി അല്ലെ. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയാണ് അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിച്ചത് അല്ലെ. അങ്ങനെ വേണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63, 65 അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം 63ൽ നിന്ന് 65ലോട്ട് 2 നമ്പേഴ്സ് കൂട്ടിപ്പോയിരിക്കുകയാണ് അല്ലെ. 64, 65 അല്ലെ. രണ്ട് നമ്പേഴ്സ് മുൻപോട്ട് അല്ലെങ്കിൽ കൂട്ടുകയാണ് ചെയ്തത് അല്ലെ. 63 + 2 ആണ് 65. അങ്ങനെയെങ്കിൽ അടുത്ത നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് മുൻപുള്ള 65 + 2 ആയിരിക്കണം അല്ലെ. 66, 67 ആണ്. 63ൽ നിന്ന് 65ലോട്ട് 2 വിരലുകൾ അല്ലെ. 64, 65 അല്ലെ. 65 കിട്ടി. ഇനി അടുത്ത നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവർ തമ്മിലുള്ള വ്യത്യാസം 2 ആണ് എന്ന് മനസ്സിലായില്ലേ. അപ്പോ അടുത്ത നമ്പറും 65ഉം തമ്മിലുള്ള ബന്ധം എന്തായിരിക്കണം? 2 ആയിരിക്കണം അല്ലെ. അപ്പൊ 66, 67. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? 67 അല്ലെ. 65 കഴിഞ്ഞ രണ്ടാമത്തെ നമ്പർ ഏതാണ്? 66, 67 ആണ്. 67 അല്ലേ. അപ്പൊ നമുക്ക് അവിടെ 67 എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇനി
ഇനി വീണ്ടും നടുക്കത്തെ നമ്പർ തന്നിരിക്കുകയാണ്. നടുക്കത്തെ നമ്പറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഇവിടെ രണ്ട് നമ്പേഴ്സിൽ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അതിന് മുൻപും അതിന് ശേഷമുള്ള നമ്പർ മാത്രം എഴുതിയാൽ മതി. അവിടെ രണ്ട് നമ്പേഴ്സ് പുറകോട്ട് ചിന്തിക്കണോ രണ്ട് നമ്പേഴ്സ് മുൻപോട്ട് ചിന്തിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനും വേണ്ട. 49 തൊട്ട് മുൻപുള്ള നമ്പർ 48 ആണ് അല്ലെ. 49 കഴിഞ്ഞാൽ 50 ആണ്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് തരുമ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ നമ്പർ കണ്ടുപിടിക്കുമ്പോൾ ശരിക്കും ചിന്തിച്ച് എഴുതേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനിയോ 18-20. 80-യുടെയും 20യുടെ ഇടയിൽ വരുന്ന നമ്പർ 19 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത നമ്പർ എന്താണ്? 94-95. 94-95 കഴിഞ്ഞാൽ വരുന്ന പിന്നെ ഏതാണ്? 96 ആണ്. അവിടെ എഴുതിക്ക്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ 94-95 പിന്നെയോ 96 ആണ്. ഇനിയോ 96 എഴുതിയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ -71-72. -71-72. അപ്പോൾ 71 തൊട്ട് മുൻപുള്ള നമ്പർ ഏതായിരിക്കണം? 70 ആണ്. കാരണം എന്താണ്? 71-ഉം 72-ഉം എന്താണ്? ഓരോന്ന് വിധം കൂട്ടി പോകുകയാണ് അല്ലെ. അപ്പോൾ 71 തൊട്ട് മുൻപുള്ള നമ്പറാണ് നമ്മൾ ആദ്യം എഴുതേണ്ടതായിട്ട് വരുന്നത്. 70, 71, 72. ഇനിയോ 89-91. 89-ന്റെയും 91-ന്റെയും ഇടയിൽ വരുന്ന നമ്പർ ഏതാണ്? 90 അല്ലേ. 90. ഇനി അടുത്തതോ 28-29. അടുത്ത നമ്പർ ഏതാണ്? ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാൻ സാധിക്കും. 28-29 30. 30. ഇത് നടുക്ക് 50 ഉണ്ട്. അപ്പുറം ഇപ്പുറം ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നടുക്ക് 50 ഉണ്ട്. 50ക്ക് തൊട്ട് മുമ്പ് 49, 50ക്ക് ശേഷം 51 അല്ലേ. ഓക്കെ, 49, 50, 51. അപ്പോൾ ഈ പേജിലുള്ള വർക്ക്സ് എല്ലാം എല്ലാവരും ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഇനി പേജ് നമ്പർ 19-ല് എന്താണ് ചെയ്യാനുള്ളത്? റൈറ്റ് 1 to 100 ഇൻ ഓർഡർ. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് കറക്റ്റ് കൃത്യമായ ഓർഡറിൽ എഴുതുക. എല്ലാവർക്കും അറിയാലോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 അങ്ങനെ 100 വരെ എഴുതുന്ന പോലെ ഈ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു സംശയം വരും. മിസ്സേ എങ്ങനെയാണ് എഴുതേണ്ടത്? താഴത്തോട്ടാണോ? 1, 2, 3, 4 താഴത്തോട്ടാണോ അല്ലെങ്കിൽ നേരെയാണോ എഴുതേണ്ടത് എന്നൊരു സംശയം വരും. രണ്ട് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അങ്ങനെ എഴുതി പോയാലും അവസാനത്തെ ബോക്സിൽ 100 വരത്തുള്ളൂ. അങ്ങനെ നേരെ എഴുതി പോയാലും കുഴപ്പമില്ല. നേരെ മറിച്ച് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇങ്ങനെ എഴുതുവാണെങ്കിൽ ഉറപ്പായിട്ടും 11, 12, 13, 14 എല്ലാ നമ്പേഴ്സും നേരെ തന്നെ എഴുതണം. ഓക്കെ, ഇതിപ്പോ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ നേരെയല്ല എഴുതിയ പോയിരിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്പർ 11, 12, 13, 14, 15, 16 അങ്ങനെ 20, 21, 22, 23, 24 അങ്ങനെ നേരെ തന്നെ എഴുതണം. അല്ലാതെ ഈ താഴത്തോട്ട് എഴുതണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23 അങ്ങനെ എഴുതിപ്പോയാലും കുഴപ്പമില്ല. താഴത്തോട്ട് 1, 2, 3 എഴുതിയാലും അങ്ങനെ എഴുതിയാലും മൊത്തം എല്ലാ നമ്പേഴ്സും താഴത്തോട്ട് തന്നെ എഴുതി പോകുക. അവസാനത്തെ ബോക്സ് ഉറപ്പായിട്ടും 100 തന്നെ ആയിരിക്കും. ഇനി നേരെ എഴുതാനാണ് ഇഷ്ടമെങ്കിൽ എല്ലാ നമ്പേഴ്സും നേരെ എഴുതുക. 1, 2, 3, 4, 5, 7, 9, 10 വരെ ഫസ്റ്റ് ഇതില്. അടുത്ത ലൈനില് 11, 12, 13, 14, 15, 16 അങ്ങനെ അടുത്ത ലൈനില്. അടുത്ത ലൈനിൽ 21, 22, 23 അങ്ങനെ നേരെ എഴുതി പോയാൽ അവസാനം 100 വരും. അപ്പൊ ഇഷ്ടമുള്ള രീതിയിൽ 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് ഓർഡർ അനുസരിച്ച് വേണമെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ പേജ് നമ്പർ 89, 90 ഈ രണ്ട് പേജിലെയും വർക്ക്സുകൾ എല്ലാവരും ചെയ്ത് മിസ്സിന് ഹോംവർക്കായിട്ട് സെൻഡ് ചെയ്യണം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.